വാൽവ് ടൈമിംഗ് ഡയഗ്രത്തിന് വേണ്ടി നമ്മൾ ആദ്യം ആർക്ക് ലെങ്ത് കണ്ടുപിടിച്ചു. അത് ഇക്വേഷനകത്തിട്ട് നമ്മൾ ഡിഗ്രി കണ്ടുപിടിച്ചു. അതിൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്: ബി ടി ഡി സി, എ ബി ഡി സി, ബി ബി ഡി സി, എ ടി ഡി സി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി, ഡയഗ്രാം വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ആദ്യം ബി എ ബാബ എന്ന് എഴുതുക. ബി എ ബാബ. ബാബ ഹിന്ദി സന്യാസി എന്നൊക്കെ അർത്ഥം. ബി എ ബാബ. അതിനുശേഷം ഏറ്റവും മുകളിലും ഏറ്റവും താഴെ ടി എഴുതുക. പിന്നെ ഡി സി ബാക്കി കാലി കിടക്കുന്ന സ്ഥലത്ത് ബി ഡി സിന്ന് എഴുതുക. പിന്നെ കിട്ടുന്ന ആംഗിൾ എത്രയാണോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആംഗിൾ അത് എഴുതുക. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണ്: 10 ഡിഗ്രി, 46 ഡിഗ്രി, 50 ഡിഗ്രി, 12 ഡിഗ്രി. ഇതാണ് എൻ്റെ ഒരു ഉദാഹരണം കാണിക്കുക വാൽവ് ടൈം ഡയഗ്രാം വരയ്ക്കാൻ. നല്ലൊരു ഷീറ്റ് എടുത്ത്, ഗ്രാഫ് ഷീറ്റ് ഉപയോഗിക്കാൻ ഒക്കത്തില്ലാത്തതുകൊണ്ട് നല്ലൊരു ഷീറ്റ് എടുത്ത് അതിൽ ആദ്യം ടോപ്പിൽ ഇതുപോലൊരു ലൈൻ വരയ്ക്കുക, ക്രോസ് ലൈൻ വരയ്ക്കുക. ടി ഡി സി മാർക്ക് ചെയ്യുക, ബി ഡി സി മാർക്ക് ചെയ്യുക. ഇത് രണ്ടും ടി ഡി സിയും ബി ഡി സിയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റൊട്ടേഷനാണ് ഇത്. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ മാർക്ക് ചെയ്യുക. ശേഷം ടി ഡി സി ബി ഡി സി ക്ലോക്ക് വൈസ് ആണ്. അതിനർത്ഥം ടി ഡി സിക്ക് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് ബിഫോർ സൈഡ്, ഇത് ബിഫോർ സൈഡാണ്, ഇത് ആഫ്റ്റർ സൈഡാണ്. ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുമ്പോൾ ബി ഡി സിക്ക് മുമ്പായത് ഇത് റൊട്ടേഷൻ കറങ്ങി വരുമ്പോൾ ബി ഡി സിക്ക് മുമ്പ്. അപ്പോൾ ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ഇനി ഈ കേസിൽ എനിക്ക് ബി ഡി സി ബിഫോർ ടി ഡി സി, ബി ഡി സി അല്ല ബിഫോർ ടി ഡി സി 10 ഡിഗ്രി ഇട്ടിട്ടുണ്ട് ഫസ്റ്റ്. അത് എന്തായിരിക്കും? ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ബിഫോർ ടി ഡി സി 10 ഡിഗ്രി. അപ്പോൾ 10 ഡിഗ്രിക്ക് മുമ്പ്, ടി ഡി സിക്ക് മുമ്പ് 10 ഡിഗ്രിയിൽ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആവും. അതിനർത്ഥം ടി ഡി സി ലൈൻ നോക്കി, ഇതാണ് ടി ഡി സി ലൈൻ. അപ്പോൾ 10 ഡിഗ്രി ബിഫോറാണ്, ഇവിടെ വെച്ചിട്ട് ബിഫോറാണ്. അർത്ഥം ഈ സൈഡ്, ബിഫോർ സൈഡ്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 10 ഡിഗ്രി മാർക്ക് ചെയ്യുക. 10 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ 10 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ബിഫോർ ടി ഡി സി 10 ഡിഗ്രി. അപ്പം ഇവിടെ നോക്കി, ടി ഡി സി ലൈൻ ഇതാണ്, ബിഫോർ സൈഡ് ഇതാണ്. അപ്പോൾ 10 ഡിഗ്രി. ഈ ലൈൻ നീളം നിങ്ങളുടെ ഇഷ്ടമാണ്, നീളം വെള്ളം എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം. അവിടെ എഴുതുക ഇൻലെറ്റ് വാൽവ് ഓപ്പൺ. രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നത് എന്താണ്? ഇൻലെറ്റ് വാൽവ് അടുത്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആണെങ്കിലും അടുത്തത് വർക്ക് ചെയ്യും. എൻജിൻ വർക്കാണെങ്കിൽ ആദ്യം ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആകണം, എയർ സക്ക് ചെയ്ത് അകത്തേക്ക് വരണം. പിന്നെ എൻജിന് കംപ്രഷനിലേക്ക് പോകാം. കംപ്രഷൻ ഉണ്ടാകണമെങ്കിൽ ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആകാം. ഇത് ഇൻലെറ്റ് വാൽവ് ക്ലോസ്, IVC. ഇൻലെറ്റ് വാൽവ് ക്ലോസ് നോക്കി. ആഫ്റ്റർ ബി ഡി സി 46 ഡിഗ്രി. അപ്പം ഇവിടെ നോക്കി, ബി ഡി സി, ഇതാണ് ബി ഡി സി സൈഡ്. ബിഫോർ സൈഡാണോ ആഫ്റ്റർ സൈഡ്? നമുക്ക് വേണ്ടത് ആഫ്റ്റർ സൈഡ്. അപ്പം ഈ ബിഫോർ ലൈനിൽ നിന്നും പ്രൊട്രാക്ടർ വെച്ച് ബിഫോർ ലൈൻ ഉണ്ട്, ബി ഡി സി ആണ്. ഇവിടെ പറയുന്നു ആഫ്റ്റർ ബി ഡി സി. അപ്പോൾ ബി ഡി സി ലൈൻ നോക്കുക. ഈ സെൻറ്ററിൽ നിന്ന് ബി ഡി സി ലൈൻ നോക്കുന്നു. ശേഷം നമുക്ക് എത്ര വേണ്ടേ? 46 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 46 ഡിഗ്രി മാർക്ക് ചെയ്ത് പ്രൊട്രാക്ടർ മാറ്റി. അപ്പോൾ ഇത് 46 ഡിഗ്രിയാണ്, അല്ല 45, 46 ഡിഗ്രിനൊക്കെ. ഇത് ബി ഡി സി ലൈനായിരുന്നു, അതിൻ്റെ ആഫ്റ്റർ ബി ഡി സി സൈഡ്. ഈ ലെങ്ത് ഫൈനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തി ഇൻലെറ്റ് വാൽവ് ഓപ്പണിൻ്റെ സൈക്കിള് പറ്റിപ്പോയി. ഇത്രയും വരച്ച് ഫിനിഷ് ചെയ്യും. നോക്കി, ഇത്രയും വരച്ച് ഫിനിഷ് ചെയ്യും. ഇനി അവിടുന്ന് കോമ്പസ് ഇങ്ങോട്ട് ഇത്തിരി മാറ്റി, സെൻറ്ററിൽ നിന്ന് ഒരിത്തിരി മാറ്റി നോക്കി. സെൻറ്ററിൽ നിന്നല്ല എടുത്തിരിക്കും കേട്ടോ, സെൻറ്ററിൽ നിന്ന് ഒരിത്തിരി മാറ്റി സർക്കിൾ വരച്ച് ഇവിടെ ഫിനിഷ് ചെയ്യും.
പിന്നെ ഈ വിട്ടുപോയ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി. ഈ ഭാഗം ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആണ് ഈ പോയിൻ്റ്. അപ്പോൾ ഇത് ഏത് സൈക്കിളായിരിക്കും? ഇത് സക്ഷൻ ആയിരിക്കും. സക്ഷൻ എഴുതണം, ഇങ്ങനെ സക്ഷൻ ഇങ്ങനെ എഴുതണം. അടുത്തത് നോക്കുക. അടുത്തത് എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ. പവർ കഴിഞ്ഞാൽ പിന്നെ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആകും. അതിന് മുമ്പ് ഇതിനിടയ്ക്ക് കംപ്രഷൻ ഉണ്ട്, പവറുണ്ട്. അതിന് ശേഷമാണ് എക്സോസ്റ്റ് വാൽവ്. പക്ഷേ നമുക്ക് വാൽവ് ടൈമിങ്, വാൽവ് മാത്രം ഇവിടെ പറയുന്നത്. അപ്പോൾ വാൽവിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ 50 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വാല്യൂ BDC, ബിഫോർ BDC. അപ്പം BDC ലൈൻ നോക്കി, ഇതാണ് BDC ലൈൻ. ബിഫോർ സൈഡ് അതായത് ഈ സൈഡ്. അപ്പം ഇവിടെ നിന്നും പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് 50 ഡിഗ്രി മാർക്ക് ചെയ്യണം. 50 ഡിഗ്രി മാർക്ക് ചെയ്യും. 50 ഡിഗ്രി മാർക്ക് ചെയ്യും. 50 ഡിഗ്രി മാർക്ക് ചെയ്യും. പിന്നെ അത് ഈ സെൻറ്ററും ഇവിടെ ചേർത്ത് ഒരു ലൈൻ വരയ്ക്കണം. നമ്മൾ ആദ്യം ഈ ഒരു ആർച്ച് വരച്ചായിരുന്നു. ശേഷം രണ്ടാമത് ചെയ്യേണ്ടത് സെൻറ്ററിൽ കുത്തി ഈ ലൈനിൽ എടുത്തിട്ട് ഫുൾ അങ്ങ് റൊട്ടേറ്റ് ചെയ്യും. ഇത് കോമ്പസ് ലൂസാണ്. ഇവിടെ ഒന്ന് മുട്ടണം നിർബന്ധമൊന്നുമില്ല. ഈ കോമ്പസ് ഇപ്പോൾ ലൂസാണ്. ഏകദേശം എവിടെയാണോ മുട്ടുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലൈൻ ഇവിടെ ഒന്ന് മുട്ടുവാണെങ്കിൽ ഈ ലൈൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതേ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ വരച്ച ഈ ലൈൻ ചെറുതാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ വരെ ഉള്ളൂ. ഞാൻ കോമ്പസ് എടുക്കുന്നു. സെൻറ്ററിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കുത്താം, അതൊന്നും ടെൻഷനില്ല. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ വരച്ച ലൈൻ ഏകദേശം ആക്യുറേറ്റ് ആയതുകൊണ്ട് കറക്റ്റ് കറങ്ങി ഇങ്ങനെ വന്നു. കണ്ടോ, ഇങ്ങനെ വന്നു. അപ്പോൾ നോക്കി, ഇച്ചിരി നീളക്കുറവുണ്ട്. അതങ്ങ് കണക്ട് ചെയ്താൽ മതി. ഞാനിത് കണക്ട് ചെയ്തു. ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ. നമ്മളിവിടെ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? നമ്മൾ വാൽവിനെ പറ്റി മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ. അപ്പം ഇൻലെറ്റ് വാൽവ് ഓപ്പൺ, ഇൻലെറ്റ് വാൽവ് ക്ലോസ്. അപ്പം ഞാൻ നോക്കി, ഇൻലെറ്റ് വാൽവിലെ പോയിന്റിൽ നിന്ന് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഹാഫ് ഇവിടെ വരെ വരച്ചു. പിന്നെ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇവിടെ മുട്ടിച്ചു. അല്ലെങ്കിൽ എവിടെയാണോ മുട്ടുന്നത് ഒരു ലൈൻ നീളത്തിലങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഈ ആർക്ക് വന്ന് മുട്ടുന്നത് എവിടെയാണോ അതൊരു പോയിൻ്റ് ആക്കുക. പിന്നെ അടുത്തത് ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളെന്താ ഇവിടെ വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ വീഡിയോയ്ക്കകത്ത്. നോക്കി, അടുത്തത് ഇവിടെയാണ് ഇൻലെറ്റ് വാൽവ് ക്ലോസ്. അപ്പോൾ ഇത് സക്ഷൻ. അപ്പോൾ ഇവിടെ ഈ കേസിൽ ഇവിടുന്ന് ഇവിടെ വരെ കംപ്രഷൻ. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കുറച്ച് ഭാഗം ഇഗ്നീഷൻ. പിന്നിത് പവർ സ്ട്രോക്ക്. ലാസ്റ്റ് എന്താണ്? എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യണം. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ TDC 12 ഡിഗ്രി. അപ്പോൾ TDC ലൈൻ നോക്കി, ഇതാണ് TDC ലൈൻ. ആഫ്റ്റർ സൈഡ് ഈ സൈഡ്. അപ്പം പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 12 ഡിഗ്രി അല്ലേ, 12 ഡിഗ്രി ലൈൻ വരയ്ക്കുക. അത് കറക്റ്റ് വെച്ചിട്ട് ഞാൻ 2 കൈ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഈ ലൈനകത്ത് കൂട്ടിക്കും. അപ്പോൾ ലൈൻ അങ്ങ് നീളത്തിൽ വരയ്ക്കുക. ലൈനുകൾ നീളത്തിൽ വരയ്ക്കാൻ പറഞ്ഞത് നിങ്ങൾ വരയ്ക്കുമ്പോൾ തിന്നായിട്ട് വരയ്ക്കുക. ശേഷം കോമ്പസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ ഇവിടെ എത്തണമല്ലോ. അപ്പം എക്സോസ്റ്റ് വാൽവ് തിരിച്ചാണ് വെളിയിൽ നിന്ന് എടുക്കുക, സെൻറ്ററിൽ നിന്ന് മാറ്റിയെടുക്കുക. നോക്കി, ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടോ. ഇത് വന്ന് അവസാനിച്ചിടത്തും തുടങ്ങി ഒരു ചെറിയ ആർക്ക് പോലെ ഇവിടെ വന്ന് മുട്ടി. അപ്പോൾ ഈ പോയിൻ്റാണ് നോക്കി, ഈ പോയിൻ്റാണ് എക്സോസ്റ്റ് വാൽവ് ക്ലോസ്. അപ്പോൾ ഇത് ആംഗിൾ എത്ര? 12 ഡിഗ്രി. ഇത് 50 ഡിഗ്രി. ഞാൻ ഇതങ്ങ് പറയാം, ഇതിനനുസരിച്ചാണ് പറയുന്നത്. നമുക്ക് ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇനി ഇതെന്ത് സൈക്കിളാണ്? ഇവിടെ മുതലൂടെ വരെ എക്സോസ്റ്റ്. അതായത് ഇവിടെ മുതൽ ഈ ഫുള്ള് കറങ്ങി ഇവിടെ വരെ എക്സോസ്റ്റ് സൈക്കിളാണ്. 2 തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് റെഡി ആയിക്കോളും.